എല്ലാവർക്കും സിദ്ധൂട്ടൻസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ഒരു അടിപൊളി എഗ്ഗ് റോൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് എടുത്തിട്ടുണ്ട്, ഹെൽമാൻസിൻ്റെ മയോണൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ട, അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി വയ്ക്കുക. അതൊന്ന് നമുക്കൊരു പാനിലിട്ടിട്ട് എഗ് റോളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇവിടേക്ക് കുറച്ച് ക്യാബേജും ഒരു കുക്കുംബർ ക്യാപ്സിക്കവും കൂടിയും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും കുട്ടികൾ കഴിക്കണതും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അറിയാണ്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ നന്നായി വെജിറ്റബിൾസ് അറിയാതെ തന്നെ കഴിച്ചോളും. എൻ്റെ മോനൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ആ വെജിറ്റബിൾസിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടിയും ഇടുന്നുണ്ട്. മുട്ടയിൽ നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ചപ്പാത്തിയിലും ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും ഉണ്ടാവും. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ടാൽ മതി. നോക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റുക. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ, നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടിയും ആ ഒരു സ്മെല്ല് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആ ഉപ്പിട്ടത് കൊണ്ട് അതിൻ്റെ ആ വെള്ളം ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചത് ഇത് പാനിൽ കഴിച്ചിട്ടൊന്ന് പൊരിച്ചിട്ട് എടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലോണം അതിലേക്ക് കിട്ടുള്ളൂ. അല്ല പറഞ്ഞാൽ നമുക്ക് ഓരോ ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടും ചപ്പാത്തി വെച്ചിട്ടും അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. അതാകുമ്പോൾ കുറേ എണ്ണം ചുട്ട് നിൽക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഈസി വേഗം എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ ഞാനത് ഇത് ഒഴിക്കുമ്പോഴേക്ക് തന്നെ നന്നായി ക്രഷ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അധികം എരിവൊന്നും ഇടണില്ലല്ലോ നമ്മൾ. സിദ്ധുവിന് ഇഷ്ടമായിട്ടോ. പിന്നെ അവൻ എന്നും ഇത് ഉണ്ടാക്കി വെക്കണമെന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണ ദിവസം മാത്രമേ ഇനി ഇത് ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് മുട്ട ഇവിടെ റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ചിക്കൻ മസാലപ്പൊടിയില്ലേ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് നമ്മുടെ എരിവിൻ്റെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ മസാലപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾക്ക് അടുത്തത് ഇത് നമ്മളവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് ഇതിൽ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഞാൻ. അതിന് ശേഷം നമ്മൾ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിത് റോൾ ചെയ്ത് വയ്ക്കാം. എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു ചപ്പാത്തി വെച്ചിട്ട് അതിലേക്ക് ഞാൻ മയോണൈസ് നന്നായി തേച്ച് കൊടുത്തു. ഇതിലേക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഇത് അങ്ങനെ നേരിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേലെയാണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതിൽ വന്നിട്ട് ഞാൻ ആദ്യം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തത്. അപ്പോൾ അതും കുഴപ്പമുണ്ടായിരുന്നില്ല, അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും മക്കൾ വരുമ്പോൾ റെഡി ആക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ, കുട്ടികൾ അറിയാതെ ഇത് കഴിക്കുകയും ചെയ്യും. പിന്നെ മയോണൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മയോണൈസ് ഇല്ലെങ്കിലും ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കണ മയോണൈസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൊമാറ്റോ സോസ് പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കി എല്ലാതും നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. കുട്ടികൾ കഴിക്കണത് ഇട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സിദ്ധു സ്കൂൾ വിട്ട് വന്ന ഉടനെ കണ്ടപ്പോൾ
ഹാപ്പി ആയിട്ട് അവൻ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. അവന് നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഷവർമ്മയാണ് വിചാരിച്ചിട്ട് കഴിക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.